ഹായ് ഓൾ, വെൽക്കം ടു ഗാർഡനിങ് ഗൈഡ്. ഞാൻ അതുല്യ രവീന്ദ്രൻ. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലെല്ലാത്തിലും ചെടികളോടൊപ്പം ഞാനും ഉണ്ടാവും. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിൽ വേസ്റ്റായിട്ട് വരുന്ന കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് നമുക്ക് റീസൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗാർഡൻ ഐഡിയാസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന ഒരു മെയിനായിട്ടുള്ളൊരു വേസ്റ്റ് മെറ്റീരിയലാണ് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ. അതും നമുക്ക് ഇതുപോലെ ചെടി വെക്കാനായിട്ട് യൂസ് ചെയ്യാം. ഈ കുപ്പി ഞാൻ ഇതുപോലെ വെട്ടിയെടുത്തിട്ട് അതിൽ ടർട്ടിൽ വൈൻ നട്ടോക്കാണ്. ടർട്ടിൽ വൈനൊക്കെ പെട്ടെന്ന് വളരുന്ന ചെടിയാണ്. പിന്നെ ഇതിൽ ഞാനൊരു ചെണ്ടുമല്ലി തലകീഴായിട്ട് നട്ടോക്കാണ്. അപ്പം ഇത് ഇപ്പോൾ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലവർ വന്നിട്ടുണ്ട്, അത് ഇങ്ങനെ ചീഞ്ഞു പോയായിരുന്നു. അപ്പം ഞാൻ നല്ല ഫ്ലവറായി നിൽക്കുമ്പോൾ വീഡിയോ എടുത്തില്ല. പിന്നെ ഒരു മൊട്ടുണ്ട്. ഇത് നമ്മളെപ്പോഴും ഇത്ര ഹൈറ്റിൽ വളരാനായിട്ട് അനുവദിക്കരുത്. അപ്പം ഞാൻ ഈ മുട്ട കൂടി വിരിഞ്ഞിട്ട് ഇതൊന്ന് വെട്ടിക്കളയാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ തലഭാഗം വെട്ടിയെടുക്കുക. അപ്പം അതിൽ നിന്ന് പുതിയ ശാഖകളൊക്കെ വന്ന് അത് ചെറിയ ചെടിയായിട്ട് തന്നെ നിന്നോളും. പിന്നെ ഇത് ഓൾട്രാന്തറ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ്. അതിൻ്റെ തന്നെ ഒരു ഗ്രീനും ഉണ്ട്, അതുപോലെ റെഡ് കളറിലുള്ള പ്ലാന്റ്സും കൂടി മിക്സഡ് ആയിട്ട് വെച്ചോക്കാണ്. അപ്പം ഇത് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഈ ഒരു തണ്ടിലാണ് അത് തൂക്കിയിട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു വടി ഞാൻ നമ്മുടെ തറ തുടയ്ക്കുന്ന ഒരു മോപ്പ് ഉണ്ടാവുമല്ലോ, അത് നാശമായി കഴിഞ്ഞപ്പം അതിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റൊക്കെ കളഞ്ഞിട്ട് അതിലൊരു വൈറ്റ് പെയിന്റ് അടിച്ചിട്ട് ആ വടിമേലാണ് ഇതെല്ലാം തൂക്കിയിട്ടേക്കണത്. ഇത് പിന്നെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പാത്രമാണ്. ഇതിപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്തപ്പോൾ അത് വന്നൊരു പാത്രമാണിത്. അതിലും ഞാനിതുപോലെ കയറൊക്കെ കെട്ടിയിട്ട് തൂക്കിയിട്ടൊക്കെയാണ് ഹാങ്ങിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ടർട്ടിൽ വൈൻ നട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റായിട്ട് വരുന്ന ഒരു പാത്രവും ഒരു സാധനവും നമ്മൾ കളയണ്ട. കുറച്ചൊന്ന് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ നല്ല നല്ല രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ചെടി വെക്കാനായിട്ട് പോട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ നല്ല റീയൂസായിട്ട് നല്ല രീതിയിൽ തന്നെ അത് യൂസ് ചെയ്തു എന്ന് നമുക്ക് പറയാം. ഇത് പിന്നെ ഒരു പെയിന്റിന്റെ ടിന്നാണ്. പെയിന്റിന്റെ ടിന്നിൽ ഞാൻ മെക്സിക്കൻ പിറ്റോണിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും അതുപോലെ തന്നെ പെയിന്റിന്റെ ടിൻ തന്നെയാണ്. അതിൽ ടർട്ടിൽ വൈൻ നട്ടിട്ടുണ്ട്. അതും ഇതുപോലെ കയറെടുത്തിട്ട് എൻ്റെ ഈ ചെമ്പരത്തി ചെടിയുമേ തൂക്കിയിട്ടൊക്കെയാണ് ചെയ്തത്. ഇത് നമ്മുടെ അടുക്കളയിൽ ആവശ്യമില്ലാണ്ട് വന്നിട്ടുള്ള ഒരു മൺകലായിരുന്നു. അപ്പോൾ യൂസ് ചെയ്യാറില്ല നമ്മൾ. അപ്പം അതിൻ്റെ അടിയിൽ ഒന്ന് പൊട്ടിയായിരുന്നു, അത് ചെറിയൊരു ഓട്ട ഉണ്ടായി. അപ്പം അതിൽ കൂട്ടാനൊന്നും വെക്കാനായിട്ട് പറ്റില്ല. അപ്പം അതെടുത്തിട്ട് ഞാൻ ചെടി നട്ടു. പിന്നെ ഇതെല്ലാതും പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളിൽ കുപ്പികളിൽ ഓരോന്ന് നട്ടുവെച്ച് ചെടികളൊക്കെ നട്ടുവെച്ചതാണ്. ഇതിൻ്റെ പെയിന്റ് അടിച്ചിട്ടില്ല കേട്ടോ. അപ്പം കുറേ അങ്ങനെ പെയിന്റ് അടിക്കാണ്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ചെറിയ രീതിയിൽ പതുക്കെ പതുക്കെ വല്ലപ്പോഴും ഫ്രീ ആയിരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ചെയ്യും. പിന്നെ ഒരു ബെഞ്ച് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ പഴയ സ്ലാബൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ബെഞ്ച് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതും ഒരു വൈറ്റ് പെയിന്റ് അടിച്ചു. എന്നിട്ട് അതിൻ്റെ മേലെ ചെടികൾ വെച്ചു. അപ്പം നമ്മുടെ വീട്ടിലെ പഴയ സ്ലാബൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഗാർഡനിൽ സെറ്റ് ചെയ്യാം. ഈ ബെഞ്ചിൻ്റെ ക്ലോസ് ആയിട്ടുള്ളൊരു വ്യൂ കാണിക്കാം. കണ്ടോ, ഇങ്ങനത്തെ ഒരു സ്ലാബൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. ഇത് അടിയിൽ വെച്ചിട്ടുള്ളത് അങ്ങനെ ഒരു സിമെൻറ്റിൻ്റെ സാധനമാണ്. അതിനുമ്പോൾ വൈറ്റ് പെയിന്റ് അടിച്ചിട്ടാണ്. പിന്നെ സ്ലാബൊക്കെ ചെറുതായിട്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഡാമേജ് പീസൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മേലെ വെച്ചിട്ടുള്ള ഈ ചട്ടികളിൽ ഒരെണ്ണം മാത്രമാണ് പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു ചട്ടി എന്ന് പറയണത് കഴിഞ്ഞ തവണ ഓണത്തിന് പായസം കൊണ്ടുവന്ന പാത്രമാണ്. അതിൽ നമ്മൾ ബ്രൗൺ കളർ പെയിന്റ് അടിച്ചിട്ട് അതിൽ ചെടികൾ വെച്ചോക്കാണ്. പിന്നെ അതിൻ്റെ മൂടി തന്നെയാണ് നമ്മൾ വെള്ളം കളക്ട് ചെയ്യാനായിട്ട് അടിയിൽ വെച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് പാത്രങ്ങളുടെ മൂടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതായത് ഇൻഡോറിലൊക്കെ ചെടികൾ വെക്കുമ്പോൾ നമുക്ക് അത് വെള്ളം കളക്ട് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം കണ്ടോ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ചട്ടി പോലെ ഇല്ലേ. ഇതൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള പാത്രങ്ങൾ പെയിന്റ് അടിച്ച് വെച്ചോക്കാണ്. പിന്നെ ഇത് വേറൊരു സ്ലാബാണ്. അപ്പം നമ്മുടെ വീട്ടിലൊരു മറ്റേ പോസ്റ്റ് ഉണ്ടാവുമല്ലോ, സ്ലാബല്ല പോസ്റ്റാണ്. അതിവിടെ വെച്ചിട്ട് ചെടികളൊന്ന് ഹൈറ്റിലിരിക്കാൻ വേണ്ടിയിട്ട് അതും ഇവിടെ ഒരു വെട്ടുകല്ലിൻ്റെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കണ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു മുന്നേ. അതായത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് കട്ട് ചെയ്തിട്ട് ഒരു പൂച്ചേനൊക്കെ ഉണ്ടാക്കി അതിൽ ചെടികൾ വെച്ച് വെക്കണതാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കുപ്പികൾ വെട്ടി കുറച്ച് പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഇതും സെറ്റാക്കാം. പിന്നെ ഇതെന്ന് പറയണത് പഴയൊരു ബക്കറ്റായിരുന്നു. അപ്പം അത് പെയിൻ്റ് അടിച്ചിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഒരു ബ്രൗൺ കളർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചട്ടിയുടെ ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ താഴെ വേസ്റ്റ് ആയിട്ടുള്ളൊരു പാത്രമാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഒരു കപ്പാണ്.
ആവശ്യമില്ലാത്ത ചായക്കപ്പിലാണ് ആ കാക്ടസ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ സാധാരണ നമ്മൾ ബാത്റൂമിലൊക്കെ യൂസ് ചെയ്യുന്ന കപ്പാണ്. അതിലും ആ ബ്രൗൺ കളർ പെയിന്റ് അടിച്ചിട്ട് സിങ്കോണിയം വെച്ചൊക്കെയാണ്. പിന്നെ ഇത് ബിയർ ബോട്ടിൽസ് ആണ്. അതിൽ വെള്ളമാക്കിയിട്ട് ഞാൻ വെള്ളത്തിൽ വളരുന്ന പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതിൽ നടുക്കിലത്തെ പ്ലാന്റ് ഞാൻ മണ്ണിലേക്ക് മാറ്റി നട്ടു. ഇതിൽ വേറെ ഏതെങ്കിലും കിട്ടുമ്പോൾ വെക്കണം. പിന്നെ ഇത് മൊത്തം എൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള പാത്രങ്ങളാണ്. അതെല്ലാം പെയിന്റ് അടിച്ച് വെച്ചോക്കാണ്. ഒരു സാധനം പോലും ഞാൻ കളയില്ല. ഇങ്ങനെ എല്ലാത്തിലും ഞാൻ പെയിന്റ് അടിച്ചതിൽ ചെടി വയ്ക്കും. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ഒരു വാട്ടർ ടാങ്കിന്റെ പോലെ ഒരു കാശ് കൊടുക്കുന്നുണ്ടാവില്ലേ, അത് വെട്ടിയിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ പായസവും അമ്പലത്തിൽ നിന്ന് പായസം കിട്ടുമ്പോഴും ഒക്കെ കൊണ്ടുവരുന്ന പാത്രങ്ങൾ ഇതുപോലെ പെയിന്റ് അടിക്കും. പിന്നെ ഇതൊരു കുപ്പിയാണ്, അതിന്റെ മോൾ ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് വെച്ചോക്കണതാണ്. ഇതെല്ലാം അതുപോലെ തന്നെ നമ്മുടെ ഓരോ ആവശ്യമില്ലാത്ത പാത്രങ്ങളാണ്. പിന്നെ നെക്സ്റ്റ് എനിക്കൊരു പഴയ സൈക്കിൾ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൊട്ടയാണിത്. അപ്പോൾ ആ കൊട്ടയെ എടുത്തിട്ട് ഞാൻ ഇതിൽ ബിഗോണിയെ വെച്ചു. അപ്പോൾ ഇതിൽ പലതും ഞാൻ മുന്നേ ഒക്കെ കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വേസ്റ്റ് ആയിട്ടുള്ളതൊന്നും ഉണ്ടാക്കിയതെല്ലാം കൂടി ഒന്ന് ക്ലബ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ്. അപ്പം ഇതിലും കുറച്ചുകൂടി കാണിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പാർട്ട് 1 പാർട്ട് 2 വീഡിയോ ആയിട്ടാണ്. അപ്പോൾ പാർട്ട് 1 വീഡിയോ ആണിത്. അപ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ ഞാൻ ഈ അടുത്ത വീഡിയോയിൽ കാണിക്കാം. വീഡിയോയുടെ ലെങ്ത് വളരെ കൂടുതലുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ 2 സെക്ഷനായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.